ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് വഴി എടുക്കുന്ന നാച്ചുറൽ പെർഫ്യൂം, നാച്ചുറൽ ഓയിൽസ് അത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ പണ്ട് കാലത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതുപോലെ ഒലിവ് ഓയിൽ, കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പണ്ട് കാലങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് ആവശ്യമായ കെമിക്കൽസ് അവൈലബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നാച്ചുറൽ പ്രോഡക്ട്സ് അതിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ടാലിയാക്കാൻ വേണ്ടിയിട്ട് അതിലും ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 100% നാച്ചുറൽ പ്രോഡക്റ്റ്, ഒരു പെർഫ്യൂം 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂം എന്നുള്ളത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചറിൻ്റെ ക്രെഡിബിലിറ്റി അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. നമുക്ക് അവരുടെ ക്രെഡിബിലിറ്റി നോക്കിയിട്ട് അവർ ട്രസ്റ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ.